6 പട്ടികൾ തുടർച്ചയായി ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും, രാത്രി പകൽ വ്യത്യാസമില്ലാതെ. ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ് തെരുവിൽ നിന്ന് വാത്സ്യായന് ഒരു നായയെ കിട്ടിയത്. അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിച്ചു. അതാണിപ്പോൾ പൊല്ലാപ്പായത്. ഈ കാങ്കട്ടുമുക്കിന് നടന്നു വരുമ്പോൾ എൻ്റെ കൂടെ വന്ന് കയറിയതാ. അങ്ങനെ വന്നപ്പം ഏതോ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെന്നാണ് എനിക്ക് അറിയാവുന്നത്. കാര്യം നല്ലൊരു പട്ടി. അപ്പോൾ ആ വീട്ടുകാരെ അന്വേഷിച്ചിട്ട് പല ദിവസങ്ങളിൽ ഞാൻ പല വീടുകളിലും പോയി. എന്നിട്ട് അപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ മെസ്സേജ് കൊടുത്തു, കമ്മീഷണർക്ക് മെസ്സേജ് കൊടുത്തു. എന്നിട്ട് അവർ അവിടെ എങ്ങും ആരും ക്ലെയിം ഇല്ല എന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് അന്ന് മുതൽ ഞാൻ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ പ്രസവിക്കുന്നുള്ള എനിക്കറിയില്ല. നോക്കിയപ്പോൾ 5 കുഞ്ഞുങ്ങൾ. തനിയെ വീട് വിട്ടു പോകുമെന്ന് കരുതിയെങ്കിലും തെറ്റി. വീട്ടിനുള്ളിലും മേൽക്കൂരയിലുമായി ഇരിപ്പുറപ്പിച്ചു. ആർക്കെങ്കിലും സൗകര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. മേളിൽ കയറി ഇത് നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നായ്ക്കളുടെ ശല്യം കാരണം അയൽവാസികളും പൊറുതിമുട്ടി. ഉള്ള പട്ടികളെല്ലാം നമ്മളെ ദേഹത്ത് ചാടി കയറുന്ന കണക്കാ. അവിടുന്ന് ഇങ്ങോട്ട് ചാടാൻ നിൽക്കുന്ന കണക്ക് നിന്ന് കൊരയാ. നമുക്ക് മേലോട്ട് കയറാൻ പറ്റത്തില്ല, ബാക്കിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. സ്മെല്ല് കൊണ്ടാണെങ്കിൽ നിൽക്കാനും പറ്റത്തില്ല ബാക്കിലോട്ട്. വാത്സ്യായന്റെ ആവശ്യം ഇത്രമാത്രം. ഞാൻ അന്ന് പോലെ പറഞ്ഞ് ഇന്ന് ഒഴിവാക്കി കിട്ടാൻ. അതിന് സർക്കാർ സംവിധാനങ്ങളോ നായപ്രേമി സംഘങ്ങളോ കനിയണം. ക്യാമറമാൻ ഷാനവാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായരുണ്ട് നമുക്കിപ്പം. കണ്ണൻ, ഇതിപ്പോൾ ഒരു വല്ലാത്തൊരു പൊല്ലാപ്പായ ഒരു നന്മ ഉദ്ദേശിച്ച് ചെയ്തതാണെന്ന് തോന്നുന്നു ആ ചേട്ടൻ. പക്ഷേ ഇത് അദ്ദേഹത്തിന് തന്നെ ഒരു പൊല്ലാപ്പായ ഒരു അവസ്ഥ. അദ്ദേഹത്തിന് മാത്രമല്ല, നാട്ടുകാർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിന് ഇതിന് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് കണ്ണന് തോന്നുന്നത്. ഒപ്പം തന്നെ വാത്സ്യായൻ ചേട്ടൻ അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ്? വാത്സ്യായൻ എന്ന് പറയുന്ന 82 വയസ്സുള്ള മനുഷ്യൻ്റെ ഒരു ഗതികേട് കണ്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ. കാര്യം ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ഒരു നായയുടെ ശല്യമുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് 3 or 4 നായ്ക്കൾ മുകളിൽ നിന്ന് കുരയ്ക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് നായ്ക്കൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ബഹളം വെക്കുന്നു, കുരച്ചുകൊണ്ട് വരുന്നു. ആ സമയത്താണ് ആ മനുഷ്യൻ, വാത്സ്യായൻ എന്ന് പറഞ്ഞ ചേട്ടൻ, വന്ന് നമ്മളെ അകത്തേക്ക് നായ്ക്കളെ മാറ്റിയിട്ട് അകത്തേക്ക് കയറ്റുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദുരവസ്ഥ മനസ്സിലായത്. കാര്യം 1.5 വർഷം മുമ്പ് അദ്ദേഹം തെരുവിൽ കിടന്ന ഒരു നായയെ അത് സഹായിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നൽകി. അത് പിന്നീട് തിരികെ പോകുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഉടമകൾ വന്ന് കൊണ്ടുപോകുമെന്നൊക്കെ തന്നെ വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. പിന്നീട് പലകുറി പോലീസ് സ്റ്റേഷനിലും കോർപ്പറേഷനും ഒക്കെ തന്നെ പറഞ്ഞു. അതിനിടയിലാണ് ഈ നായ പ്രസവിക്കുകയും 5 കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ തെരുവു നായ്ക്കൾ വളർന്ന് വലുതായ ശേഷം ഈ വീട്ടിലേക്ക് ഒരാളെയും കയറ്റാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പം തന്നെ പ്രദേശവാസികളുടെ ഒരു അവസ്ഥയാണ്. ആ വീടിനോട് ചേർന്ന് ഒട്ടേറെ ആൾക്കാരുടെ അടുത്തടുത്ത വീടുകളാണ്, കോർപ്പറേഷൻ പരിധിയാണ്. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത വീടുകളാണ്. ആ വീടിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ തലയിൽ കൈവച്ചിരിക്കുകയാണ്. കാര്യം എങ്ങനെയെങ്കിലും ഈ തെരുവു നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റിയാൽ മതി. ഒന്ന്, തെരുവുനായ മണിക്കൂറുകളോളം നിന്ന് കുരയ്ക്കുന്ന ഒരു സാഹചര്യം, രാത്രിയിൽ ഉറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഒപ്പം ഈ തെരുവുനായ മലമൂത്ര വിസർജനം നടക്കുന്നതെല്ലാം ഈ വീടിൻ്റെ ടെറസിലും അതുപോലെ തന്നെ വീടിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ തന്നെയാണ്. അതുപോലെ വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും പറയുന്നത് എങ്ങനെയെങ്കിലും ഈ തെരുവുനായ്ക്കളെ ഒന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഏതെങ്കിലും മൃഗസ്നേഹികളോ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരോ ഒക്കെ തന്നെ ഇവയെ ഒന്ന് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ 82 വയസ്സുള്ള മനുഷ്യൻ, വാത്സ്യായൻ ചേട്ടൻ, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഭാര്യ മരിച്ചുപോയും മക്കളുണ്ട്. അവർ വിവിധ ജോലി സ്ഥലങ്ങളിലാണ്. ആ സമയത്ത് ആണ് ഇത്തരത്തിലുള്ള ഒരു ദുരിതം. ഈ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് തന്നെ പുറത്തുനിന്ന് ഒക്കെ വാങ്ങിയാണ്, കടകളിൽ നിന്നൊക്കെ തന്നെ വാങ്ങിയാണ്. ആ സമയത്ത് ഈ തെരുവ് നായ്ക്കൾക്ക് കൂടി ഭക്ഷണം വാങ്ങിക്കൊണ്ട് നൽകേണ്ട ഒരു അവസ്ഥയാണ്. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ. കണ്ണൻ, എന്താണെങ്കിലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒന്നടങ്കം പെട്ടൊരവസ്ഥയിലാണ്. ഒരു നന്മ ഉദ്ദേശിച്ച് ചെയ്തൊരു കാര്യം അത് വീട്ടുകാർക്ക് തന്നെ പൊല്ലാപ്പായ ഒരു അവസ്ഥ. എന്താണെങ്കിലും ഈ വാർത്ത കാണുന്ന മൃഗസ്നേഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഈ പറഞ്ഞതുപോലെ ഒത്തിരി പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഈ വാത്സ്യായൻ ചേട്ടൻ. അദ്ദേഹത്തിന് ഈ നായ്ക്കളെ കൊണ്ടുപോയി പുറത്ത് വിടാനോ അല്ലെങ്കിൽ അതിനൊന്നും അദ്ദേഹത്തിന് സാധിക്കുകയില്ല. അദ്ദേഹം ഒരു നല്ലൊരു നന്മ ഉദ്ദേശിച്ച് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ നാട്ടുകാരുടെ ആവശ്യം കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ദുരവസ്ഥയും കൂടിയും കണക്കിലെടുത്ത് ഈ വാർത്ത കാണുന്ന മൃഗസ്നേഹികൾ ആരെങ്കിലും ഒക്കെ ഒരു നല്ലൊരു നടപടിയുമായി മുന്നോട്ട് വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയുമാണ്.